രണ്ടാൾക്ക് ഇപ്പോൾ മനസ്സിലായി. കവർ എന്താണ് നടക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് എടുക്കാം. അതെ മലന്റെ ചോട്ടിക്കോ? നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള ഏരിയ അല്ലേ? എന്തിനവിടെ വന്നിക്കണ അറിയോ? എന്താണ് ഇമ്മക്ക് വല്ലതും കൊടുത്തുണ്ടോ? ഇമ്മക്ക് ആകെ ചത്തിക്കണ ആകെ കൊയങ്ങിക്കണ്. സംഭവം നമ്മള് പറഞ്ഞുതരാം. ഈ കാണുന്ന ഈ സ്പോട്ട് ഉണ്ടോ? പറഞ്ഞുതരാം സംഭവം പറഞ്ഞുതരാം. വരി അങ്ങനെ ഗൈസ് നമ്മളെ സ്പോട്ടിൽ എത്തിട്ടോ. വെരി മാമ എന്ത് വരാത്തെ അതൊരു കാര്യം ഒരിക്കൽ നമ്മളറിയാൻ നോക്കണം. അവിടെ പോയിട്ട് തന്നെയാണ് നമ്മളോട് തന്നെയാണോ വരാൻ പറഞ്ഞത്? ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഗൈസ് സെറ്റ് ഏരിയ കേട്ടോ. അടച്ചുവിട്ട് നീ വിളിച്ചാ ആ ഓട്ടോറിക്ഷക്കാരന്റെ നമ്പറും ഇല്ലല്ലോ. വരി നമുക്ക് ഓരോ റൂമുകൾ നോക്കാം. മാമ സ്ഥലം നോക്കിക്കോളി. ഉള്ളുഭാഗം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോട്ടി. എങ്ങനെയൊക്കെ നോക്കി നോക്കാം എന്താ സംഭവം. ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ ഉൾഭാഗം പറയുന്നത്. മോനെ അവിടെ ലൈറ്റ് അടിപൊളിയല്ലേ? എന്താ റൂമ്? അത് വന്നപ്പോ തന്നെ ഓരോന്ന് സൈഡ് അയക്കണേ. അല്ല ഇങ്ങോട്ട് ആൾക്കാർ വരും. ഇങ്ങോട്ട് ആൾക്കാർ വരുന്നെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണം വരാൻ. പക്ഷെ നമുക്ക് ഫ്രീ ആണ്. നമ്മള് വീട് എടുക്കണോണ്ട് നമുക്ക് ഫ്രീ ആണ്. ഓക്കെ മനസ്സിലായോ? ഉമ്മ സംഭവം എന്താ പറയാ ആകെ കൊയങ്ങിക്കണേ. കാരണം രാവിലെ നീച്ച് പോന്നതല്ലേ. ഇപ്പോൾ ഇവിടെ എത്തണേ 3 മണിയായി. ഇപ്പോൾ ഇവിടെ എത്തണേ. ഉമ്മ നേരത്തെ സൈഡ് അയക്കണേ. കൊയങ്ങിക്കണല്ലോ ഉമ്മക്കെ. ഗൈസ് പൂച്ച കടിച്ചല്ലോ കടിച്ചല്ലേ വേണ്ട. കടി ഇട്ടിച്ചണ്ട വെറുതെ. ഇതാണ് രണ്ടാമത്തെ റൂം ഇട്ടത്. ഇതാട്ടോ വരുന്നേ. അയ്യാ മോനെ എടാ അത് നൈസായല്ലോ. സെറ്റ് അങ്ങനെ വൈബ് ഏരിയ കേട്ടോ. നമുക്ക് പുറത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പോ? ഇപ്പൊ തന്നെ തണുപ്പോ? അപ്പൊ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താക്കിയാലും നല്ല തണുപ്പുണ്ടാവും. അപ്പൊ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലേ ഇവിടെ? സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലേ? നമ്മള് സ്വിമ്മിംഗ് പൂളിൽ ചാടിച്ചു. ചുമയാണ് അപ്പൊ ഞാൻ ചാടില്ല. എനിക്കും പക്ഷെ ഞാൻ ചാടും. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടോ? സ്വിമ്മിംഗ് പൂൾ അടിത്തരാം. വരി സ്വിമ്മിംഗ് പൂളിൽ എന്താണ് നോക്കാം ഗൈസ് എങ്ങനെയുണ്ട് സംഭവം. ഇത് ഇവിടുത്തെ റിസപ്ഷനാണ് തോന്നുന്നത്. അത് റിസപ്ഷനാണ്. ക്യാരം ബോർഡൊക്കെ ഉണ്ടല്ലോ അവിടെ. നിങ്ങൾക്ക് രണ്ടാക്കും കളിച്ചാലും സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇമ്മയിരിക്കും ഇവിടെ മമ്മിയിരിക്കും. രണ്ടാക്കും കളിച്ചാലും സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ അടുപ്പോ? അത് മറ്റേ ഇതല്ലേ ഫയർ ഡാൻസോ എന്താണ് എടാ അതിനെന്താ പേര് അറിയാ? ചിക്കനൊക്കെ രാത്രി ചുടുന്ന സാധനമാണോ തോന്നുന്നത്. യോ നോക്കടാ ഡാ ഇവിടെ നോക്ക് അമ്മ അങ്ങോട്ട് നോക്ക്. സ്വിമ്മിംഗ് പൂള് സെറ്റ് ഏരിയ കേട്ടോ. യോ പൊളി. അത് റൂം തന്നെ. അവിടെ നോക്കിമ്മ. എടക്കൽ കേവ് ഒക്കെ ഇവിടുന്ന് എടുത്തുള്ള സ്ഥലങ്ങളാണ്. അത് ഇവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണത്. കുറെ കാണാൻ പറ്റിയ ഓരോരോ സ്ഥലങ്ങളാണ് ഇവിടെ. സെറ്റ് സ്ഥലം കേട്ടോ. സമാധാനം. ഇതിപ്പോ നമ്മളെ പേരല്ലേ അല്ലേ? ഫുള്ള് സമാധാനം ഏരിയ. ഞങ്ങൾക്ക് വെറൈറ്റി ഒരു സംഭവം കാട്ടി തരാം കേട്ടോ. രണ്ടെണ്ണം അവിടെ കുട്ടിക്കളി കളിച്ചാണ്. നമുക്ക് പിന്നെ വലിയ കളിക്കാൻ പറ്റുള്ളൂ. വരുന്നുണ്ടോ? ഒരാൾക്കും കൂടി കയറല്ല ഗ്യാപ്പ് ഉണ്ട് ബാക്കില്. ഇത് സെറ്റ് പരിപാടി കേട്ടോ.
കുട്ടികള് കളിച്ചനായി കളിച്ചു നോക്കിയാ എങ്ങനെ ഇത് സിമ്പിൾ കളിയല്ലേ ഗൈസ് അല്ലേ? ഇത് സിമ്പിൾ കളിയല്ലേ? ഞാൻ പറയുമ്പോഴേ മമ്മ ഇതില്ലേ അയിമ കയറിയിരിക്കും എന്നിട്ട് അടിക്ക് ഇങ്ങനെ കീഞ്ഞു വരും. അതൊക്കെ മടങ്ങിക്കോളും. ഇഞ്ചു പറ ഞാൻ കാട്ടിത്തരാം. മടപ്പം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാട്ടിത്തരാം. അതെ ഇതിനൊക്കെ പൊക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റിൽ ആൾക്കാർ വേണം. അതെ നമ്മൾ കാണിച്ചോ. ഞാൻ ഇത്രയൊക്കെ ആക്കിയില്ല കേട്ടോ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇമ്മമാനെ വേഗം അയിമണ്ടി ഇരുത്തുക. ഇമ്മമ്മ പോക്കണ്ട് പോയിക്കോളൂ ആകാശത്തേക്ക്. സെറ്റാണ്. തന്നെ ചാട് ഈ ലൈറ്റ് നോണേ എല്ലായിടത്തും വന്നപ്പോ തന്നെ മക ഈ സാധനം കണ്ടിട്ട് ഇത് വേണം. നാദോളി നാരങ്ങയാണല്ലോ. പഠിപ്പിച്ചോ ഉടമസ്ഥ ഇവിടുന്ന് ആട്ടും. ഇനി വേറൊരു സംഭവം കാട്ടിത്തരാം. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാട്ടിത്തരാം. അതെ കഥ പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വരി സ്വിമ്മിംഗ് പൂൾ കാട്ടിത്തരാം. നിങ്ങളെ ബാക്കിൽ തന്നെ ഒരു സംഭവം ഉണ്ട്. എന്നാ വാ. എന്നിട്ട് സ്വിമ്മിംഗ് പൂള് സെറ്റ് ആയിക്കണേ. എന്ത് തളക്കണ വെള്ളം ക്ലീൻ ആവുക. ചാടി വരി. ഞാൻ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉന്തി തരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഉന്തി തരാം. ചാടിയാ മതി. വേണ്ടേ രാവിലെ കുളിച്ചല്ലടാ ഗൈസ്. അപ്പം സ്വിമ്മിംഗ് പൂൾ ഇതാട്ടോ വരുന്നേ. സെറ്റ് സ്വിമ്മിംഗ് പൂളാണ്. രാവിലെ ഇനി എൻ്റെ ഒരു കുളിച്ചുണ്ട് അവിടെ. രാവിലെ വന്നിട്ട് ഇവിടെ ചാടണം. സെറ്റ് വ്യൂ ആക്കിയപ്പം നോക്കട്ടെ ഗൈസ്. ചാടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചാടണം. ഒന്നാമത് ജലദോഷം തൊണ്ടവേലിയും കൊരയാണ്. എൻ്റെ ഡീ കൂടെ നോക്കി നോക്കാം. മമ്മ അവിടുന്ന് കണ്ടിട്ട് എന്താ ചാടാൻ തോന്നുന്നുണ്ടോ? എന്താ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ സെറ്റാണ്. സെറ്റ് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി ഇപ്പൊ കുളിച്ചാൽ നടക്കൂല. കാരണം വൈകുന്നേരം നമ്മൾ ടൈം 6 മണി കഴിഞ്ഞു. നമുക്ക് എന്തായാലും രാവിലെ കുളിച്ചാ. അവിടെ നല്ല തണുപ്പ് നല്ല അടിപൊളിയായി കുളിച്ചാ. ഇനി നമ്മൾ രാത്രിക്കത്തെ വ്യൂവും പാടെ എങ്ങനെയാണ് നോക്കി നോക്കാം. ഇപ്പൊ സെറ്റ് കേട്ടോ. സെറ്റ് നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ്, തണുപ്പ് ഉണ്ടല്ലേ. വ്യൂ എന്തൊക്കെ സ്ഥലം. അതല്ല ഗൈസ്, നമ്മൾ രാവിലെ അല്ല രാത്രിക്കത്തെ ഫുഡ് ഞങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് ഗ്രിൽ ചിക്കൻ എന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ അത് ഗ്രില്ലാവോ അതോ വേറെ വല്ലതും ആവോ? ചിക്കൻ കണ്ടന്റ് അറിയല്ലേ. മമ്മ ഷെഫാണ്, മെയിൻ ഷെഫാണ്. നോക്കി രണ്ട് മെയിൻ ഷെഫുകളാണ്. ചോർന്നിട്ട് ഉറക്കായിരുന്നു. രണ്ട് മെയിൻ ഷെഫുകളാണ്. എന്താ വന്നോ ഇമ്മമാക്ക് ഇവിടുന്ന് എന്താ കാണേണ്ടത്? ഇവിടുത്തെ കവുങ്ങ്, പിന്നെ എന്തൊക്കെയാണ് പുളിമരം, ഇതൊക്കെയാണ്. ഇവിടുന്ന് കവുങ്ങ് വളരൂലട്ടോ. അതൊക്കെ ചിന്തകളൊക്കെ വേറെയാണ്. എന്താണ് എവിടെ പാളംപുളിയൊക്കെ നോക്കിയെടുക്കണേ. പിന്നെ മാതോളി നാരങ്ങ കണ്ടിട്ടോ ഇവിടെ. ഈ കാണുന്ന മരം മാതോളി നാരങ്ങയാണിത്. അപ്പോൾ അവിടുത്തെ ഒരു താത്ത പറഞ്ഞു പോകുമ്പോ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞത്. അപ്പൊ പെരി കൊണ്ടുപോകാൻ നീ മമ്മീ അത് സോപ്പിട്ട് വാങ്ങിക്കണം. ചോദിച്ചാലൊക്കെ മാക്സിമം ചോദിച്ചത് കറക്റ്റാലോ എടുത്തോ. എല്ലാരും അങ്ങോട്ട് ക്യാമറയ്ക്ക് നോക്കണേ. അല്ല ഗായ്സ് ഇങ്ങനെ എന്താ സംഭവം? നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് അറിയോ? എന്തിനാണാവോ എന്തിനോ വന്നതാണ്. ഞങ്ങള് പോരാൻ വന്ന് ഉമ്മ പോന്നു. അതാണ് റിസോർട്ടിന്റെ പേരെന്താ? ലെക്സ് ബേ റിസോർട്ട്. ഇതാണ് നമ്മളെ ഇൻസ്റ്റഗ്രാം ID. ഇതാ കേട്ടോ, ഈ ലെക്സ് ബേ റിസോർട്ടിന്റെ ഇൻസ്റ്റഗ്രാം ID ആണ്. അപ്പോൾ വയനാട് ഏരിയ അല്ലെങ്കിൽ വേറെ കൂടെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താമസിച്ച് സെറ്റ് ഏരിയ, ഒന്ന് താമസിക്കാൻ പറ്റിയ നല്ല സെറ്റ് ഏരിയയാണ്. ഇതാണ് കേട്ടോ റൂമൊക്കെ വരുന്നത്. അതാണ് കേട്ടോ. അതിൽ ഇതിൻ്റെ ഉള്ളിൽ 2 റൂമാണ് ഉള്ളത്. ഒരു റൂം അവിടെയും ഒരു റൂം ഇവിടെയും.
ഇമ്മമാന്റെ ഇമ്മാന്റെ റൂം ഇവിടെ, ഞങ്ങളുടെ റൂം അപ്പുറത്തെ. സെറ്റല്ലേ? നമുക്ക് എന്തായാലും ഇനിയിപ്പോ റൂമിക്ക് കയറാം. ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആവാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഇനി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഇതിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് രാത്രി. ഈ സാധനത്തിൽ നമ്മൾ ചിക്കൻ നിർത്തി പൊരിച്ചാൽ നോക്കുന്നുണ്ട്. അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഗൈസ് ഇനി നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി കുറച്ച് നേരം കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. ഗൈസ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി നീച്ചാട്ടോ. ചെറുതായിട്ടൊന്ന് ഉറങ്ങി നീച്ചപ്പത്തിന് ഇവിടെ ആകെ മാറി. ഞാൻ കാട്ടിത്തരാം. ഇവിടെ ഫുള്ള് അത്യാവശ്യം നല്ല കോടുണ്ട്. തണുത്തിരിക്കണോ എന്തൊക്കെ വലിച്ചു കയറ്റിട്ടിക്കണ്. ഇതൊക്കെ എന്തൊക്കെയാണ് മേത്തുകൂടെ പോയിഞ്ഞാണ്. തണുത്തിട്ട് എന്തൊക്കെ ബെഡ്ഷീറ്റ് അടക്കാൻ തോന്നണേ. എന്തൊക്കെയാ ഇട്ടിക്കണ മേത്തുകൂടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കോടുണ്ട്, പക്ഷെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല. ചെറുതായിട്ട് കോടുണ്ട്. നൈറ്റത്തെ വ്യൂ അടിപൊളി കേട്ടോ. തൊണ്ടയും മൂക്കൊക്കെ അടഞ്ഞാണ് തണുത്തിട്ട്. ഇത് ഇതല്ലേ സിമ്മ അറിയണത്? ഇത് കാണാൻ ഭയങ്കര രസമുണ്ടെന്ന് അറിയണേ. മരത്തുമ്മൂടെ ഓരോ ലൈറ്റ് ഇട്ട് വെച്ചാണ്. അല്ലേ മാമ? അയ്യോ തണുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാവും. അയ്യോ തണുത്തറച്ച് കുത്തിരിക്കണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തീയിടുണ്ടെന്ന് പറഞ്ഞത്. നമ്മള് മറ്റേ ഫയറിന്റെ പരിപാടി. ഉമ്മ ആകെ തണുത്ത് ഉറച്ചിക്കണ്. ഉമ്മമാടെ മണാലി കൊണ്ടുപോയിട്ടാലോ മോട്ടാ? എന്താ വന്നത് ഇവിടെ എന്നിട്ട് തന്നെ എങ്ങനെ ഇനി മണാലിയിലൊക്കെ കൊണ്ടുപോയിട്ട് എന്താ പോകുന്നു. സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? സ്വിമ്മിംഗ് പൂള് കാണാൻ ഭയങ്കര രസമാണ്. രാത്രി ആയിക്കോട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കേട്ടിത്തരാം. നോക്കി അടിപൊളിയല്ലടാ. എങ്ങനെടാ? അടിപൊളിയല്ലേ രാത്രിക്കത്തെ ലൈറ്റ്? സംഭവം നൈസായി. ഏറ്റവും വലിയ ഡൗട്ട് ഇപ്പൊ വെള്ളത്തിന്റെ അടിയിൽ എങ്ങനെ ലൈറ്റ് വെച്ചൊന്നില്ലാണ്. അതാ മമ്മാന്റെ ഡൗട്ട്. ഇതൊരു ഭയങ്കര വലിയ ഡൗട്ടാണ്. മമ്മ പറഞ്ഞ വേറൊരു കാര്യം എന്താ അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ കാണുന്ന ഈ ലൈറ്റ് ഇല്ലേ, ഇവിടുത്തെ ഈ ലൈറ്റ് ആണ് അങ്ങോട്ട് കാണുന്ന മമ്മ അറിയണേ. അതാണ് മമ്മ പറഞ്ഞത്. ഇപ്പൊ അങ്ങനല്ലേ മമ്മ? അതാണ്. അപ്പൊ അങ്ങനെയാണ് കേസ്. അവിടെയാണ് അങ്ങനെയാണ് ലൈറ്റ് വരുന്നത്. അല്ലാതെ അവിടെ ബൾബുകൾ വരുന്നൊന്നല്ല കേട്ടോ. ഉമ്മമ്മ പറയുന്നതാണ് ശരി. ഉമ്മക്ക് ഈ മരത്തുമ്മ കെട്ടിച്ചിരിക്കണ ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഉമ്മമ്മ കേട്ടോ. സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കണം. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കത്തിച്ചു. ഉമ്മ കത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻസ് കളിച്ചാൽ റെഡിയല്ലേ ഉമ്മമ്മ? ഉമ്മമാന്റെ ഒരു ഫയർ ഡാൻസ് ഉണ്ട് പറഞ്ഞേ. ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ ഉമ്മമ്മ? ഇമ്മമാരൊരു ഡാൻസ് ഉണ്ടാവുന്ന പറഞ്ഞേ. ഇത് എങ്ങനെയാ കത്തിച്ച? പെട്രോൾ ഒഴിച്ചിട്ടോ? ഓക്കെ. ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഡാൻസ്? എന്ത് ഇത് കത്തിച്ച് കഴിഞ്ഞ ഡാൻസ് ആണ്? ഊഞ്ഞാലൊന്നല്ല. ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ചുറ്റിനും ഡാൻസ്. മറ്റേ പണ്ടത്തെ ആൾക്കാർ കളിച്ചിരുന്ന ഡാൻസ്. നമ്മള് രാത്രിയിലത്തെ പ്ലാൻ വിചാരിച്ചിരുന്നത് കോയിനെ നിർത്തി പിടിച്ചിരുന്ന പ്ലാനാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം പറഞ്ഞാൽ നല്ല തണുപ്പാണ്. പോരാത്തിന് നല്ല ജലദോഷം തൊണ്ടവേനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ എന്താട്ടി പുറത്തുനിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഗൈസ്. തീയിടാൻ വേണ്ടി പോവാണ്. സാധനങ്ങളൊക്കെ ഫുൾ സെറ്റാണ്. തീയിടല്ലേ? കുറച്ച് മാറുന്നുണ്ടോ? കുറച്ച് മാറുന്നത്. വാ സെറ്റ്. അയിക്കടി ചാടിക്കളി. തീ കിട്ടോ. ഇപ്പൊ കുറച്ച് സുഖമുണ്ട്. ഇത് വെള്ളാട്ട് പോക്കലോ. വേറൊരു കോമഡി ഉണ്ടായിക്കണ്. ഊതിയാണ് ഇതോടെ തിജ്ജന് കെടുത്തിക്കണ്. തിജ്ജ ആള് കത്തിച്ചാൻ വേണ്ടിട്ട് പറഞ്ഞാണ് ഊതാന്. അപ്പൊ കെടുത്തിക്കണ്. ഓ കത്തട്ടെ. നമുക്ക് ഇനി കുറച്ച് കടങ്കഥ ചോദിച്ചു നോക്കാം. കുറച്ച് കടങ്കഥകളൊക്കെ ചോദിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ടാൾ ശ്രദ്ധിച്ച് കേട്ടോ. 2090 ഒരു 10 കൂട്ടി എത്ര? 2090 ഒരു 10 കൂട്ടിയ 3000. റൈറ്റ് ആൻസർ. അതെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഹൈറ്. ഈ രണ്ടാളും ഒന്നും പറയാൻ കൂട്ടിക്കാണി. എവിടെപ്പോ കിട്ടിയെങ്കിൽ 2090 ഗൈസ് എല്ലാരും കേൾക്കണം. 2090 ഒരു 10 കൂട്ടി കഴിഞ്ഞാൽ 3000. 2090 10 ഇങ്ങനെ പറഞ്ഞിട്ട് 90 അല്ലേ അതിലുള്ളൂ. 2090 അപ്പൊ ഒരു 10 കൂട്ടിയ എത്രയാണ്? കണക്ക് കൂട്ടി നോക്ക്. 2000 ഉറുപ്പ്യ ആയിക്കോട്ടെ. ഒരു
100 ആകണമെങ്കിൽ ആകെ 90 ഉള്ളു അവിടെ. ആയിക്കൂടെ ഒരു 10 കൂട്ടി 40 100 അപ്പൊ 2090. അപ്പൊ നമ്മള് പുറത്തത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിജിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ നമുക്ക് ഫുഡ് ഇവിടെ എത്തിക്കണേ. ഇനി നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ എന്തായാലും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാക്കണേ. ഉമ്മ ആടാക്കണ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണേ. മമ്മി അമ്മമ്മ തണുപ്പ് എങ്ങനെയുണ്ട്? തിരക്കടില്ലേ? പെരി കൊണ്ടാണോ കുറച്ച് തണുപ്പ്? ഇനി നമ്മള് കടക്കാൻ നോക്കട്ടെ, ഉറങ്ങണം. നല്ല രീതിക്ക് തണുപ്പുണ്ട്, നല്ല രീതിക്ക് തണുപ്പുണ്ട്. ഇനിയിപ്പോ ഒന്ന് സുഖമായിട്ടൊന്ന് കടന്നുറങ്ങട്ടെ. നല്ല അടിപൊളി ബെഡും കടക്കൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഗൈസ് കണ്ടോ, ഇവരുടെ ഇപ്പൊ കുത്തി മറിച്ചാണ്ട് ഇട്ടതാണിത്. ചാടി പറഞ്ഞാണ്ട് കടന്നാണിത്. നമ്മള് വീണ്ടും അയ്യോ ഇതേപോലെ ഒരു റിസോർട്ടൊക്കെ എടുത്താണ്ട് താമസിച്ചണമെന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അതെന്തായാലും നടന്നു. നമുക്ക് കടക്കയും കാര്യങ്ങളൊക്കെ സെറ്റായി. കണ്ടോ, ഞങ്ങൾ 2 റൂം ബുക്ക് ചെയ്തിന്. പക്ഷെ ഉമ്മാക്കും ഉമ്മമാക്കും ഒറ്റ കിടക്കാൻ വേണ്ടി പേടി. അപ്പൊ നമ്മളെന്താട്ടി നേരെ റൂമിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ കിടക്കണേ. ഇനി ഒരാളും കൂടി ഉണ്ട്, അതാ വരുന്നേ. എങ്ങനെയുണ്ട്? അടിപൊളി. ഉമ്മ എങ്ങനെയുണ്ട്? തണുപ്പ് സഹിച്ചാൻ ഗൈസ് ഇവർക്ക് ഒന്നേ പറയാനുള്ളൂ, തണുപ്പാണ്, തണുപ്പ് സീനാണെന്ന് അറിയുന്നത്. ബാക്കിയൊക്കെ സെറ്റാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് നാളെ രാവിലെ കാണാം. ഗൈസ് രാവിലെ ആയി, സൗണ്ടൊക്കെ പോയി. ചേച്ചി ഞാൻ പുറത്തേക്ക് ചെന്ന് നോക്കട്ടെ, എന്താ ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കട്ടെ. മോനെ സെറ്റ്, എന്താ രസം കാണാനൊക്കെ. കഴിഞ്ഞത് എജ്ജപ്പോഴും ഇവിടെ എത്തിയേ. ഐസ് രാവിലെ തന്നെ ഒന്നിനൊന്നാണ് മേന്റെ സൗണ്ട് ഇവിടെ. രാവിലത്തെ ഒരു ഇതൊക്കെയാ, ആകാശമൊക്കെ എന്ത് രസം കാണാന്. ഇത് ഇന്നലെ രാത്രി ഞങ്ങൾ എടുത്തുവെച്ച് പോയി അതേ വഹിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ പുറത്തേക്ക് വരാം. രണ്ടെണ്ണാക്കണ വെട്ടിയിട്ട വായത്തണ്ട് പോലെ കടക്കണാക്കണ വരുന്നില്ലേ? അവിടെ കിടന്നുറങ്ങ, ഉറങ്ങിക്കോളി. ഓടി വരുന്നില്ല, നമുക്ക് പോയാ പുറത്തേക്ക്. സെറ്റ് വൈബ് എന്തായാലും. ഊഞ്ഞാലൊക്കെ തണുപ്പുണ്ടാ. ഐസ് പൂള് സ്വിമ്മിങ് പൂള് എന്തൊക്കെ ഡയലോഗാണ്. രാവിലെ ഇവിടെ നിന്നിട്ട് ചാടണമെന്നൊക്കെയാണ് പറഞ്ഞിനെ. നമുക്ക് വെള്ളം നോക്കി കാണുമ്പോ എങ്ങനെ ഇവിടെ ചാടുകയെന്ന് എനിക്കറിയില്ല, എങ്ങനെ ചാടുകയെന്ന്. നല്ല മുട്ട ഉണ്ടാവും ചാടിക്കഴിഞ്ഞാൽ. പുളിക്കാൻ നോക്കാം. കുറച്ച് നേരം കൂടി പോയി ഉറങ്ങട്ടെ. അപ്പൊ നമ്മളെ ഫുഡ് എത്തിക്കണല്ലോ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. രാവിലെ ചായ കുടിക്കാം. നമുക്ക് നേരെ പൂളി ചാടാൻ പൂളോ. അതുകൊണ്ട് ഇനി ഗൈസ് നമ്മള് സ്വിമ്മിങ് പൂള് ചാടാൻ പോകുന്നുണ്ട്. കുളിസി ഉണ്ടാവണാണ് കേട്ടോ. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അപ്പുറത്ത് കൂടെ തന്നെ വന്നാൽ പോലെ ചെയ്യും. ഞാൻ ഒലക്ക ഇതിനെ വെറുതെ ഇന്ന നടത്തിച്ച് ഗൈസ് നമ്മള് ചായയും കുട്ടനൊക്കെ അവിടെ എത്തിയിരുന്നു. അപ്പൊ പുട്ടുണ്ട് ഇഡ്ഡലിയുണ്ട്. യൂട്യൂബ് ചാനലും ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാമും. ഇഡ്ഡലി എന്താ അവസ്ഥ? ഞാൻ പുട്ടാന്ന് നോക്കി ഇതുണ്ടോ? പുട്ട് എങ്ങനെയുണ്ടാ? പുട്ട് വാങ്ങിക്കണ്ട്. നമ്മള് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. നല്ല ഇഡ്ഡലിയും നല്ല പുട്ടൊക്കെ ഉണ്ടായിന്. അതൊക്കെ നമ്മൾ കഴിച്ചു. സെറ്റാണ്. ഇപ്പോൾ നല്ല വെയിൽ വരുന്നുണ്ട്. ചാടാൻ പറ്റിയ ടൈമാണ് തോന്നുന്നത്. നമ്മള് ടൂൾസ് ഒക്കെ ഫുൾ സെറ്റാണ്. അങ്ങനെ ഉമ്മമ്മക്ക് ചാടാൻ വേണ്ടി റെഡി ആയി കുത്തിരിക്കണ്ട് അല്ലേ? എന്ത് ചാടില്ലേ? ചായ കൂടി സെറ്റ് ആയതല്ലേ ഞാൻ ചാടിനി. ഇപ്പൊ നമുക്ക് ഇറങ്ങി നോക്കാം. നമ്മള് കുളിച്ചാൻ പോവുക കേട്ടോ. ഇമ്മമ്മടെ കുത്തിരിക്കണ്ട്. മോണ്ട ഗൈസ് പൊട്ടം ഓ വണ്ടി പോയി ചാടിക്കണം. മോട്ടറാക്കി ഇതിന് പോയി ചാടിക്കണേ. എന്റെ കുളി കഴിഞ്ഞോ? ജലദോഷല്ലേ ഞാൻ ചാടിയത്.
അവിടെ കുറച്ച് അതാ ക്യാമറ ഉണക്കെ മറന്ന് ക്യാമറ ഉണക്കെ മറന്നിക്കണേ. എന്താ മമ്മ എൻ്റെ കയ്യില് ഐഫോണോ? എന്താണ് എവിടുന്ന് കിട്ടിയേ? നമ്മൾ ചെറിയൊരു ചലഞ്ച് എടുത്താണ്. ആരാ ഇവിടുന്ന് ഇവിടം വരെ ആദ്യം ഫസ്റ്റ് ആരാ നീന്തി നോക്കാണ്. വരി റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ നോക്കിയപ്പോ വരുന്നോളൂ എന്തായാലും. ഓന്റെ ബാക്കിനല്ലേ മാ അല്ലേ അല്ലേ ഇമ്മ മാറി ആദ്യത്തി ഇതെന്തായാലും വീഡിയോയിലുണ്ട്. പിന്നെന്താ കറക്റ്റ് വീഡിയോയിലുണ്ടോ? നമുക്ക് കാണാം. വീഡിയോ കാണും. എന്താണ് വിന്നറി ഞാൻ തന്നെ കേട്ടോ. എനിക്ക് പോയി പള്ളി പോയി പിന്നെ വിന്നറി ബാക്കിലാണ് എന്തായാലും. നമ്മളപ്പോ നീന്തലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് ഈ നേരത്തെ പരിപാടി അറിയുന്നത് ഡ്രസ്സ് മാറ്റിയാണ്ട് ഞങ്ങളെന്ന് അവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് തന്നെ ഇറങ്ങാൻ പോവാട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സ് മാറ്റാം. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ പോകാൻ വേണ്ടിക്കാണ് അല്ലടാ. നേരെ ഇവിടുന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. എന്താ നിങ്ങളുടെ പേര് എന്തായാലും ആകിയില്ലേ? അപ്പോൾ ഗൈസ് ഇതോടെ സ്ഥലം കറക്റ്റ് ഇവിടെ സ്ഥലം മുട്ടിലിന്റെ ഇങ്ങോട്ട് വരുന്നതാണ്. ഒരു വെളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെളിത്തോട് ഗൈസ് വെളിയത്തോട് പറയുന്ന സ്ഥലത്താട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. എക്സ്പയർ റിസോർട്ട് അല്ലേ? എക്സ്പയർ റിസോർട്ട് ആട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ വരുന്നവരൊക്കെ മാക്സിമം എന്തായാലും ഇങ്ങോട്ട് എന്നാലും വിസിറ്റ് ചെയ്യാൻ നോക്കുക അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും കാണുന്നല്ലേ ഇൻഷാ അല്ലാ. ഓക്കെ ശരി എന്നാ. ആണോ ആണോ ഓ ആയിക്കോട്ടെ. വാടാ ഫസ്റ്റിലോ ഒരു ഫോട്ടോ എടുക്കല്ലേ? അപ്പൊ മൂപ്പർക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം വേണ്ട. ഫോട്ടോ ഒക്കെ എടുത്തത്. അപ്പൊ ഞങ്ങൾ പോയിന്നാ. ശരി ഓക്കെ. അപ്പം ഇനിയിപ്പോൾ ബാഗിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു തന്നു. അപ്പം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നമ്മൾ ഇറങ്ങണം എന്തായാലും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഒന്നും പറയാല്ല. നല്ല അടിപൊളി റിസോർട്ടാണ്. റിസോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഉമ്മ ഉണ്ട് റിസോർട്ടും കാര്യങ്ങളും എങ്ങനെയുണ്ട്? ഇന്നലെ കടന്നിട്ട് ഉറക്കം വന്നിരുന്നോ? തണുപ്പിന്റെ തണുപ്പുണ്ടാവൂലേ? നല്ല സെറ്റ് ഏരിയ. നല്ല സുഖത്തിൽ തുടങ്ങി. ഒന്നും പറയല്ല. നല്ല ബെഡും തണുക്കണൊക്കെ. ഫസ്റ്റ് ടൈം ആണല്ലേ ഫസ്റ്റ് ടൈം അല്ലേ നമ്മള് റിസോർട്ടിൽ നിൽക്കണേ? ആദ്യമായിട്ടോ റിസോർട്ടിലേക്ക് നിൽക്കണേ. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട്. അമ്മ എങ്ങനെയുണ്ട് റിസോർട്ട്? എങ്ങനെ സെറ്റല്ലേ? അപ്പൊ നമ്മള് പോവാണ്. നമുക്കെല്ലാം വണ്ടിക്കാരോട് കാത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കൽപ്പറ്റയ്ക്ക്? 15 കിലോമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും പോയേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.